സ്മാർട്ട് ഫോൺസ് ഇപ്പോൾ ഒരു കോമൺ ആയ ഒരു കാര്യം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു സമയത്ത് തന്നെ ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ആയ ഒരു ഫോൺ വാങ്ങിക്കാൻ ഒരുപാട് പേർക്ക് താല്പര്യം കാണും. അതായത് ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺ എന്ന് പറയുന്നത് ഏറ്റവും ടോപ്പ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷനും ബെസ്റ്റ് ഡിസ്പ്ലേയും ക്യാമറ ആയിട്ടുള്ള ഫോൺസ് വാങ്ങിക്കാൻ ഒരുപാട് പേർക്ക് ആഗ്രഹമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഫ്ലാഗ്ഷിപ്പ് ഫോൺസിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് അതിപ്പോൾ ഇറങ്ങുന്ന സമയത്ത്, അതായത് ലോഞ്ച് ആവുന്ന ടൈമിൽ അതിൻ്റെ പ്രൈസിങ് ഒരുപാട് കൂടി നിൽക്കുമായിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം കൊണ്ട് തന്നെ ഇപ്പോൾ ഫ്ലാഗ്ഷിപ്പ് ഫോണിനകത്ത് തന്നെ ഇപ്പോൾ 2018 ഫ്ലാഗ്ഷിപ്പ് ഫോണിനും ഇപ്പോഴും നല്ല പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ അതിനൊക്കെ ഇപ്പം നല്ല ഡിമാൻഡ് ഉള്ളതാണ്. അപ്പോൾ ആ ഒരു കാരണം കൊണ്ടാണ് ഈ സെക്കൻഡ് ഹാൻഡ് സ്മാർട്ട് ഫോൺ മാർക്കറ്റിന് ഇത്രയും നല്ലൊരു ഹൈപ്പ് വന്നേക്കുന്നത്. അതായത് സെക്കൻഡ് ഹാൻഡ് സ്മാർട്ട് ഫോൺ മാർക്കറ്റ് എടുക്കാൻ നേരത്ത് എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോണ ഫോൺ എന്ന് പറയുന്നത് ഐഫോൺസ് തന്നെയാണ്. പിന്നെ അടുത്തൊരു ഓപ്ഷനായിട്ട് വരാൻ പോണത് സാംസങ്ങിൻ്റെ ഫോൺസാണ്. അപ്പോൾ ഈ സാംസങ്ങിൻ്റെ ഫോൺസോ അല്ലെങ്കിൽ ഐഫോൺസോ, അപ്പോൾ ഏത് ഫോൺ നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് വാങ്ങിക്കാൻ പോയാലും അതിന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതായത് സെക്കൻഡ് ഹാൻഡ് ഫോൺസിനകത്ത് നമ്മൾ നല്ലോണം നോക്കിയല്ല വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന യൂണിറ്റ് അല്ലെങ്കിൽ നമ്മൾ വാങ്ങിക്കുന്ന യൂണിറ്റിനകത്ത് ചിലപ്പോൾ കംപ്ലയിൻസ് കാണാം. അതായത് നമ്മൾ ഈ സെക്കൻഡ് ഹാൻഡ് ഫോൺ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഉപയോഗിച്ച ഫോൺ എന്ന് പറയുന്നത് ആ ഉപയോഗിച്ച രീതി എങ്ങനെയാണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. അതായത് അതിൻ്റെ ആദ്യത്തെ ഓണറോ അല്ലെങ്കിൽ രണ്ടാമത്തെ ഓണറോ എങ്ങനെയാണോ അത് ഉപയോഗിച്ചത് നമുക്ക് അറിഞ്ഞൂടാ. ചിലപ്പോൾ ഭയങ്കര റഫ് യൂസ് ആയിരുന്നു കാണാം, ചിലപ്പോൾ നോർമൽ യൂസ് ആയിരുന്നു കാണാം. പക്ഷെ നമുക്ക് അത് അറിഞ്ഞൂടാത്തതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ കിട്ടുന്ന ഒരു ഫോണിനകത്ത് എന്ത് കംപ്ലയിൻ്റ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് ചിലപ്പോൾ ഒറ്റ നോട്ടത്തിൽ പറ്റത്തുമില്ല. പക്ഷെ എന്നാലും നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ നമ്മൾ ഏത് ഫോൺ എടുത്താലും, ഇപ്പോൾ ഞാൻ സാംസങ്ങിൻ്റെ ഫോണായിട്ട് മാത്രം പറയുന്നില്ല, ഏത് ഫോൺ എടുത്താലും നമ്മൾ നോക്കേണ്ടതായിട്ടുള്ള മെയിൻ കാര്യങ്ങൾ എന്ന് പറയുന്നത് ആദ്യമേ ബാറ്ററിയാണ്. അത് ബാറ്ററിയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി നമ്മൾ ഉപയോഗിക്കുന്നതനുസരിച്ച്, ഇപ്പോൾ ഒരു ഫോൺ ഉപയോഗിക്കുന്നതനുസരിച്ച് ബാറ്ററിയുടെ ലൈഫ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിപ്പോൾ നമുക്ക് ഐഫോണിനകത്താണെങ്കിൽ ബാറ്ററി ഹെൽത്ത് എന്ന് പറഞ്ഞ് കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ആൻഡ്രോയിഡ് ഫോൺസ് എടുത്താൽ അതിനകത്തും ബാറ്ററി കംപ്ലയിൻറ്റ് വരും. ഇപ്പോൾ 2 വർഷം ഉപയോഗിച്ച ഒരു ആൻഡ്രോയിഡ് ഫോൺ ആണെങ്കിൽ അതിൻ്റെ ബാറ്ററി ബാക്കപ്പ് ആ ഫോൺ ആദ്യം ഇറങ്ങിയപ്പോൾ എങ്ങനെയാണോ അങ്ങനെ ആയിരിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഐഫോൺസിനകത്ത് ഇങ്ങനെ ഒരു ബാറ്ററി ഹെൽത്ത് കാണിക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടെന്ന് കൂടുതൽ തോന്നുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നമുക്ക് ആൻഡ്രോയിഡ് കാണിക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു കാര്യം വലിയ ഹൈപ്പായിട്ട് വന്നിട്ടില്ലെന്നേ ഉള്ളൂ. പക്ഷേ ആൻഡ്രോയിഡ് ഫോൺസിലും അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. പിന്നെ അടുത്ത് നമ്മൾ നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ നോക്കണം. അപ്പോൾ ക്യാമറ വർക്കിംഗ് ആണോ, ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറയും വർക്കിംഗ് ആണോ നോക്കണം. പിന്നെ നമുക്ക് അറിയേണ്ടത് സ്പീക്കേഴ്സിനകത്ത് വല്ല കംപ്ലയിൻ്റ് ഉണ്ടോ. അപ്പോൾ സ്പീക്കേഴ്സ് സാധാരണ ചീത്തയാവാനുള്ള സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഫോൺ ഒരു വെള്ളത്തിലൊക്കെ വീഡിയോ അല്ലെങ്കിൽ ഫോൺ ഭയങ്കര റഫ് യൂസ് ആയിരുന്നു കഴിഞ്ഞാൽ സ്പീക്കറിൻ്റെ ക്വാളിറ്റി കുറയാം, അതായത് സ്പീക്കറിൻ്റെ ലൗഡ്നെസ് കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ സ്പീക്കർ നോക്കിയപ്പോൾ നമുക്ക് അങ്ങനത്തെ കാര്യങ്ങൾ മനസ്സിലാവും. പിന്നെ നമ്മൾ സിം ഇട്ട് എന്തായാലും ചെക്ക് ചെയ്യണം. അപ്പോൾ സിം ഇട്ട് ചെക്ക് ചെയ്യുമ്പോഴേ നമുക്ക് എന്തെങ്കിലും നെറ്റ്വർക്ക് എറർ ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫോണിനകത്ത് എവിടെയെങ്കിലും ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ മിക്ക ഫോൺസിൻ്റെയും ഫ്രണ്ടും ബാക്കും ഗ്ലാസ് ആയിരിക്കും, നടുക്കൊരു ഫ്രെയിം കാണും. അപ്പോൾ ഈ ഫ്രെയിമും ഗ്ലാസും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നെങ്കിൽ ബാറ്ററി പഴയതായിരിക്കാം അല്ലെങ്കിൽ ഈ ഫോൺ തുറന്നതായിരിക്കാം. അതായത് നമുക്ക് ഫോണിൻ്റെ ബാക്ക് പോർഷൻ ചിലപ്പോൾ ഊരിയതായിരിക്കാം. അപ്പോൾ റിപ്പയർ നടന്നൊരു ഫോണാവാം. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചോണം. പിന്നെ നമ്മൾ ക്രാക്ക് ഉണ്ടോ, അതൊക്കെ നമുക്ക് കോമൺ ആയിട്ട് കാണാൻ പറ്റുന്ന കാര്യമാണ്. ഫോണിനകത്ത് എവിടെയെങ്കിലും ക്രാക്ക് ഉണ്ടോ അല്ലെങ്കിൽ ഡിസ്പ്ലേക്കകത്ത് എന്തെങ്കിലും ക്രാക്ക് ഉണ്ടോ, പിന്നെ ഡിസ്പ്ലേക്ക് എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കോമൺ ആയിട്ട് നോക്കുന്ന കാര്യങ്ങളാണ്. അതങ്ങനെ പെർഫോമൻസിൻ്റെ കാര്യത്തിനകത്ത് തന്നെ ഫോൺ ഒരുപാട് ചൂടാവുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ നമുക്ക് ഒരുപാട് നാൾ ഉപയോഗിച്ച ഫോണിനകത്ത് ഇപ്പോൾ കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ചൂടാവുന്ന രീതി ഭയങ്കര കൂടുതലായിരിക്കും. നമ്മൾ ചെറുതായിട്ട് എന്തെങ്കിലും കാര്യം ചെയ്യുമ്പോൾ തന്നെ, ഇപ്പോൾ ഒരു ഫോൺ ആപ്പ് എടുത്ത് ജസ്റ്റ് ഒന്ന് ബ്രൗസ് ചെയ്യുമ്പോഴോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ തന്നെ ഫോൺ ചൂടാവുന്നുണ്ടെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ കോമൺ ആയിട്ട് ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ എടുക്കുമ്പം ചെയ്യേണ്ട കാര്യങ്ങളാണ്. പക്ഷെ ഞാനിവിടെ പറയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ മാത്രമല്ല, അതിന് പകരം സാംസങ് ഫോൺസിനകത്തുള്ളൊരു ചെറിയ പ്രശ്നത്തിനെ പറ്റിയാണ്. അതായത് നിങ്ങളൊരു സെക്കൻഡ് ഹാൻഡ് സാംസങ് ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഈ ഒരു ഇഷ്യൂ ഉണ്ടോ എന്ന് വളരെ നല്ലോണം ശ്രദ്ധിച്ചോണം. കാരണം ഇതിപ്പോൾ കോമൺ ആയിട്ട് കുറേ കംപ്ലയിൻറ്റ്സ് വന്നിട്ടുണ്ട്. അത് ഈ ഇഷ്യൂ ഡിസ്പ്ലേക്കകത്താണ്. അത് ഈ ഇഷ്യൂ എന്ന് പറയുന്നത് സാംസങ്ങിൻ്റെ കർവ് ഡിസ്പ്ലേ വരുന്ന ഫോൺസിനകത്താണ്. ഞാൻ എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഫോൺസ് എന്ന് പറയുന്നത് ഗാലക്സി S8, അതിനൊക്കെ ഗാലക്സി S8 പ്ലസ്, പിന്നെ S7 എഡ്ജ്, S9 പ്ലസ്, പിന്നെ നോട്ട് സീരീസിനകത്ത് തന്നെ കർവ് ഡിസ്പ്ലേ വരുന്ന നോട്ട് സീരീസ്. അപ്പോൾ ഇങ്ങനെ കർവ് ഡിസ്പ്ലേ വന്നേക്കുന്ന സാംസങ് ഫോൺസിനകത്ത് ഇങ്ങനൊരു പ്രശ്നം വരാം. അതും ഡിസ്പ്ലേക്കകത്തുള്ള ഈ പ്രശ്നം വരുന്നത് ഈ ഡിസ്പ്ലേ അല്ലെങ്കിൽ ഈ ഒരു ഫോൺ എന്ന് പറയുന്നത് ഒരു 2 വർഷം പഴകി കഴിയുമ്പോഴാണ്. അതിനെ തന്നെ ഞാനിവിടെ കാണിക്കാൻ വേണ്ട ഡിവൈസ് എന്ന് പറയുന്നത് ഗാലക്സി S8നകത്താണ്. അപ്പോൾ ഈ ഡിസ്പ്ലേയുടെ ഇഷ്യൂ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ സാധാരണ ഈ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഉപയോഗിക്കുമ്പോൾ ആ ഡിസ്പ്ലേക്കകത്ത് ഇഷ്യൂ കാണാൻ പറ്റത്തില്ല. അതായത് ഈ ഇഷ്യൂ എന്ന് പറയുന്നത് എപ്പോഴും വരുന്നതല്ല, അതിന് പകരം ചില സമയത്ത് മാത്രം കാണാൻ പറ്റുന്നതാണ്. അതെന്ന് പറയുന്നത് ഒരു ഗ്രീൻ ടിൻറ്റ് അല്ലെങ്കിൽ സ്ക്രീൻ ഫ്ലിക്കറിങ് ഇഷ്യൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എപ്പോഴും വരുത്തില്ല. അത് മാത്രമല്ല ഇത് മാറ്റാനായിട്ട് ചില പരിപാടികളൊക്കെ ഉണ്ട്. അപ്പോൾ അതിലൊക്കെ പോണതിന് മുമ്പ് ഈ പ്രശ്നം നോക്കുവാണെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റും ഒരു ഗ്രീൻ ടിൻറ്റ് അല്ലെങ്കിൽ ഒരു ഗ്രീൻ ലൈൻസ് ഒക്കെ പോയിട്ടുണ്ട്. അതിനൊക്കെ തന്നെ നമുക്കൊരു ഗ്രെയിൻസ് കണക്ക് വന്നിരിക്കുകയാണ്. അതായത് നമുക്ക് സ്ക്രീൻ ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഇവിടെ വന്നേക്കുന്നത് ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. പക്ഷേ ഈ ഡിസ്പ്ലേയുടെ ഈ ഇഷ്യൂ മാറ്റാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു പെർമനൻറ്റ് ഫിക്സ് അല്ല, ഒരു ടെമ്പററി ആയിട്ടുള്ള ഫിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ, അതായത് ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ഒരുപാട് നേരം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ചൂടായി വരുവാണെങ്കിൽ ഈ ഇഷ്യൂ കുറേയൊക്കെ മാറി വരും. അത് മാത്രമല്ല ഇപ്പോൾ നമുക്ക് അല്ലാതെ തന്നെ ഈ ഇഷ്യൂ ഇല്ലാതെ നമുക്ക് ഈ ഡിസ്പ്ലേ ഒന്ന് കാണണമെങ്കിൽ നമ്മുടെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത് മാക്സിമം ലെവലിലേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ മിനിമം ലെവലിൽ കൊണ്ട് വെച്ചാലും ഈ പ്രശ്നം അങ്ങ് മാറും. ഇപ്പോൾ പീക്ക് ബ്രൈറ്റ്നസ് വെച്ചാലും അതിനൊക്കെ നമുക്ക് ഏറ്റവും മിനിമം ബ്രൈറ്റ്നസ് വെച്ചാലും ഈ ഇഷ്യൂ അങ്ങ് മാറി നിൽക്കും. അത് നമുക്ക് ഈ ഇഷ്യൂ ഇവിടെ വരത്തില്ല. പക്ഷേ അല്ലാത്ത നമ്മൾ ബ്രൈറ്റ്നസിൻ്റെ ഇടയ്ക്ക് എവിടെ വെച്ചാലും അല്ലെങ്കിൽ നമ്മളിപ്പോൾ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് ഓൺ ചെയ്തിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ പോലും ഈ ഒരു പ്രശ്നം ഇതിനകത്ത് കാണും.
അപ്പോൾ ഈ ഒരു പ്രശ്നത്തിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോൺ ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം തന്നെ. കാരണം ഡിസ്പ്ലേ പോയ കണക്കാണ്. അതൊരു ഹാർഡ്വെയർ കംപ്ലൈൻറ്റ് ആണോ സോഫ്റ്റ്വെയർ കംപ്ലൈൻറ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പല ആൾക്കാരും പല രീതിയിലാണ് പറയുന്നത്. അപ്പോൾ ചിലർ പറയുന്നത് ഹാർഡ്വെയർ ഇഷ്യൂ എന്നാണ്. ഹാർഡ്വെയർ ഇഷ്യൂവിനകത്ത് തന്നെ ചിലർ പറയുന്നത് ഡിസ്പ്ലേക്കകത്തുള്ള ഇഷ്യൂ എന്ന് പറയുന്നവരുണ്ട്. അല്ലാത്ത ചിലർ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബോർഡിനകത്ത് വന്നേക്കുന്ന കംപ്ലൈൻറ്റ് ആണെന്നാണ് പറയുന്നത്. അല്ലെങ്കിൽ ചിലർ പറയുന്നുണ്ട് സോഫ്റ്റ്വെയർ ഇഷ്യൂ എന്നും പറയുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹാർഡ്വെയർ ഇഷ്യൂ തന്നെയാണ്. ബോർഡ് ലെവൽ ഇഷ്യൂ ആവാനാണ് സാധ്യത. അത് മാത്രമല്ല അതിനകത്ത് വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ എല്ലാ ഡിസ്പ്ലേസും മിക്ക ഡിസ്പ്ലേസും AMOLED പാനലായതുകൊണ്ട് തന്നെ, പ്രത്യേകിച്ച് ഈ കേർവ് ഡിസ്പ്ലേയിലെ AMOLED പാനലായതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു കാരണം കൊണ്ട് വരുന്നൊരു പ്രശ്നമൊന്നും പറയുന്നുണ്ട്. അതായത് AMOLED പാനൽ കാലക്രമേണ പ്രശ്നത്തിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു പാനലാണ്. പക്ഷേ എനിക്ക് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പാനലിൻ്റെ ആവണമെന്നില്ല. എന്നാൽ നമുക്കത് എടുത്തു പറയാനും പറ്റത്തില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ നമുക്ക് കുറച്ച് നാളത്തേക്ക് ഒരു 1-2 ദിവസത്തേക്ക് ഈ പ്രശ്നം വരാതിരിക്കാൻ വേണ്ടി ചിലർ ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഒരു ഡ്രയർ വെച്ച് ഹെയർ ഡ്രയറൊക്കെ വെച്ച് ചൂടായി കഴിയാൻ നേരത്ത് മാറുന്നുണ്ടായിരുന്നു. അതായത് നമുക്ക് 2-3 ദിവസത്തേക്ക് ഇങ്ങനത്തെ ഒരു പ്രശ്നം വരത്തില്ല. അങ്ങനത്തെ ഒരു കാര്യം കേൾക്കുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ കുറച്ചും കൂടി എളുപ്പമുള്ളൊരു വഴി എന്ന് പറയുന്നത് ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ലെവൽ മാക്സിമം വെച്ചതിന് ശേഷം ഫോണിൻ്റെ ക്യാമറ ആപ്പ് തുറന്നിട്ട് ഒരു 2 മണിക്കൂർ ക്യാമറ ആപ്പിനകത്ത് ഒരു വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുവാണെങ്കിൽ ഫോൺ നല്ലോണം ചൂടാവും. അപ്പോൾ ഡിസ്പ്ലേ നല്ലോണം തന്നെ ചൂടാവും. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴും ഈ പ്രശ്നം മാറും എന്നാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഡിസ്പ്ലേയുടെ ഈ പ്രശ്നം ഒരു ടെമ്പററി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് താൽക്കാലികമായിട്ട് ഇതിനൊരു ഫിക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഈ ഒരു ഫോൺ പോയി എടുക്കുവാണെങ്കിൽ നമുക്ക് അന്നേരം കിട്ടുന്ന യൂണിറ്റിനകത്ത് ചിലപ്പോൾ ഇങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ് വരാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് സാംസങ്ങിൻ്റെ കേർവ് ഡിസ്പ്ലേസ് വരുന്ന ഫോണാണെങ്കിൽ 2-3 വർഷം പഴക്കമുള്ളൊരു ഫോണാണെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് വേണ്ടി നല്ലോണം ശ്രദ്ധിക്കണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യാൻ പറ്റുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ വാങ്ങിക്കാൻ പോവുകയാണെങ്കിൽ കുറേ നേരം ഉപയോഗിച്ച് നോക്കുക. അതങ്ങനെ ഡിസ്പ്ലേയുടെ ബ്രൈറ്റ്നസ് ലെവൽ മാറ്റിയും തിരിച്ചൊക്കെ നോക്കുക. അതങ്ങനെ അഡാപ്റ്റീവ് ബ്രൈറ്റ്നസ് സെറ്റിംഗ് ഓൺ ചെയ്തിട്ടും ചെക്ക് ചെയ്ത് നോക്കണം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ഒരുമാതിരിയൊക്കെ ഈ പ്രശ്നത്തിൻ്റെ കാര്യം നമുക്ക് മനസ്സിലാവേണ്ടതാണ്. പക്ഷേ ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം എന്തെങ്കിലും ചെയ്തിട്ട് താൽക്കാലികമായിട്ട് സോൾവ് ചെയ്ത് വെച്ചേക്കുവാണെങ്കിൽ നമ്മൾ ഈ പ്രശ്നം കാണത്തില്ല. അപ്പോൾ നമ്മൾ ഫോൺ വാങ്ങിച്ചതിന് ശേഷം മാത്രമേ ഈ പ്രശ്നം കാണൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡിസ്പ്ലേ വരുന്നത്, അതായത് നമുക്ക് ഇങ്ങനെ കേർവ് ഡിസ്പ്ലേ വരുന്ന സാംസങ്ങിൻ്റെ ഈ സീരീസിലുള്ള ഫോൺസ് എന്ന് പറയുന്നത് ഒരു 2-3 വർഷം പഴക്കമുള്ളൊരു ഫോണാണെങ്കിൽ അത് എടുക്കാതിരിക്കുന്നതാണ് നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വലിയൊരു റിസ്ക് ഇട്ട് നമ്മൾ ആ ഒരു ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. അപ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റിനെ നമുക്ക് അത്രയും കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലെങ്കിൽ കുഴപ്പമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ യൂണിറ്റ് നോക്കിയാൽ തന്നെ ഇത് തറയും വീണിട്ടില്ല. അതാണെങ്കിൽ നമുക്കിവിടെ സൈഡിൽ സ്ക്രാച്ചോ അല്ലെങ്കിൽ നമുക്കിവിടെ ഗ്യാപ്പോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. വേറെ ഒരു കംപ്ലയിൻറ്റും ഇല്ല. സ്പീക്കേഴ്സും എല്ലാം പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ആ കൂടുതലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു കാര്യം മാത്രമാണ്. പക്ഷേ ഇതെന്ന് പറയുന്നത് ഒരു വലിയ മെയിൻ പ്രശ്നം തന്നെയാണ്. ഈ പ്രശ്നത്തിന് നമുക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ കാണണമെങ്കിൽ തന്നെ സാംസങ്ങിലേക്ക് ഫോൺ കൊടുത്തിട്ട്, അതായത് പെർമനൻറ്റ് സൊല്യൂഷൻ കാണണമെങ്കിൽ സാംസങ്ങിലേക്ക് ഫോൺ കൊടുത്തിട്ട് അവരെ കൊണ്ട് റിപ്പയർ ചെയ്യിപ്പിക്കണം. അപ്പോൾ അങ്ങനെ റിപ്പയർ ചെയ്യിപ്പിക്കണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ കാശ് ഇറങ്ങും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ യൂണിറ്റ്സ് എടുക്കുമ്പോൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ഇപ്പോൾ ഇത്രയുള്ള ഈ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാംസങ്ങിൻ്റെ ഒരു സെക്കൻഡ് ഹാൻഡ് ഫോൺ നിങ്ങൾ എടുക്കാൻ പോകുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യത്തിനെ പറ്റിയാണ്. അപ്പോൾ ഇതിനകത്തെ വീഡിയോസ് ഇനിയും നമ്മൾ ചെയ്യുന്നതാണ്. അതിനൊക്കെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഫോൺസിൻ്റെയൊക്കെ റിവ്യൂസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മിസ് ചെയ്യണമെങ്കിൽ ഈ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യുക. അതിനൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ പ്രൊമോട്ടും ചെയ്യുക, ഈ ചാനലും പ്രൊമോട്ട് ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.